നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നിപ്പം നിങ്ങളുടെ പേജ് നമ്പർ ടെക്സ്റ്റിൽ കെമിസ്ട്രി ടെക്സ്റ്റിൽ പേജ് നമ്പർ 85 ബ്ലൂ ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ആ ബ്ലൂ ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കാരണം അതൊക്കെയാണ് എക്സാമിൻ്റെ ബേസ്. ആ ബ്ലൂ ക്വസ്റ്റ്യൻസും എക്സർസൈസും കൂടി ചേരുമ്പോൾ ഈ ചാപ്റ്റർ അങ്ങ് തീരെയല്ലേ. അപ്പോൾ ഏതായാലും ബ്ലൂ ക്വസ്റ്റ്യൻസിൽ 85 പേജ് നമ്പർ 85 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ്. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പറയാൻ. പ്രഡിക്റ്റ് ദ ഫോർമുലേ ഫോർ ദ ഓക്സൈഡ്സ് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ്. ഫോളോയിങ് എലമെൻറ്റ്സിൻ്റെ ഓക്സൈഡ്സ്. സോ വാട്ട് ഈസ് ദ വാലൻസി ഓഫ് ഓക്സിജൻ? 2. First of all, we should configure the atomic number of oxygen. Oxygen atomic number is 8. So configuration is a 2, 6. Usually നമ്മൾ outermost number of electrons is equal to the valency. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് 4 ആണെങ്കിൽ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ഒക്ടേറ്റ്. Deficiency, or it is the number of the electrons seen in the outermost orbit of that atom, that will be always valency. അപ്പോൾ വാലൻസി നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, ഔട്ടർമോസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 4 താഴെയാണെങ്കിലോ ഇറ്റ് ഷുഡ് ബി ദ വാലൻസി. പക്ഷേ 4 മുകളിലാണ് ഇഫ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഇസ് ആറ്റോമിക് നമ്പർ ഓഫ് നൈട്രജൻ? 7. സോ കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ ഈസ് 2, 5. So the electrons in the outermost orbit of nitrogen is a 5. 5 ആണോ nitrogen valence? Actually the valence of nitrogen is a 3. How can we get the valence of 3? എങ്ങനെയാണ് നമുക്ക് 3 കിട്ടുന്നത്? അപ്പോൾ എല്ലാ എലമെൻറ്റും ആഗ്രഹിക്കുന്നത് ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺസ് വരാനല്ലേ. 8 ഇലക്ട്രോൺസ് വരുന്നത് എന്തിന് സാറേ ഇതൊക്കെ പറയുന്നത്? 8 ഇലക്ട്രോൺസ് എന്തിനു വരുന്നത്, ആർക്ക് വേണ്ടി വരുന്നത് എന്നൊക്കെ തോന്നൂല്ലേ? അങ്ങനെ തോന്നാൻ പാടില്ല. കാര്യം 8 ഇലക്ട്രോൺസ് എന്ന് പറയുന്നതാണ് ഒരാറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ നോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് ലൈക്ക് ഇനേർട്ട് ഗ്യാസസ്, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. അപ്പോൾ ചോദിക്കും, സാർ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ഈസ് 2. ഹൗ ക്യാൻ വി ഗെറ്റ് ദ ഒക്ടേറ്റ് ഓർ ഔട്ടർമോസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? 8 അല്ലല്ലോ, 2 അല്ലേ. എന്നിട്ടും അത് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കാണിക്കുന്നത് എന്തുകൊണ്ട്? അതാണ് ഹീലിയത്തിൻ്റെ ഒരു പ്രത്യേകത. 2 ഇലക്ട്രോൺസ് വന്നിട്ടും അത് സ്റ്റെബിലിറ്റി കാണിക്കുന്നു. ഇത് ഒക്ടേറ്റ് എന്ന് പറയും ഔട്ടർമോസ്റ്റിൽ 8 വന്നാൽ. മറ്റത് ഡപ്ലെറ്റ് എന്ന് പറയും. ഡപ്ലെറ്റ് 2 ഇലക്ട്രോൺസ് വരുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരൊറ്റ ഇനേർട്ട് ഗ്യാസേ ഉള്ളൂ ഹീലിയം. അതുപോലെ ഹൈഡ്രജനും പെരുമാറും. ഹൈഡ്രജൻ ഹീലിയത്തിനെ പോലെയാണ്. ഹീലിയത്തെ സിമ്പൽ HE. തെറ്റിദ്ധരിക്കരുത്. HE. Number of electrons seen, that means atomic number of helium is 2. Configuration 2. അപ്പോൾ 2 ആയിരുന്നിട്ടും it gets a high stability when compared with other inert gases. അതുകൊണ്ട് തന്നെ ഡപ്ലെറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയും. 2 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് കിട്ടുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടുക ഡപ്ലെറ്റ് കോൺഫിഗറേഷൻ. 8 ഇലക്ട്രോൺസ് ആണ് സാധാരണ നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. അപ്പോൾ അതേപോലെ ഇനേർട്ട് ഗ്യാസിനെ പോലെ പെരുമാറുന്ന എലമെൻസുകളാണ് ബാക്കിയുള്ള എലമെൻസ് എല്ലാം. ഹൈഡ്രജൻ ഹീലിയത്തിനെ പോലെ ബാക്കി എല്ലാ എലമെൻസും മറ്റുള്ള ഔട്ടർമോസ്റ്റ് 8 ഇലക്ട്രോൺ വരുന്ന ഇനേർട്ട് ഗ്യാസസിനെ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പോൾ 2, 5 നൈട്രജൻ്റെ കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ ഈസ് 2, 5. അവിടെ വാലൻസി നൈട്രജന് 3 എന്ന് പറയാൻ കാര്യം ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ഒക്ടേറ്റ്. ഔട്ടർമോസ്റ്റിൽ 8 വരാനായിട്ട് എത്ര മോർ ഇലക്ട്രോൺസ് ആർ നീഡഡ്? 3. ദാറ്റ് വിൽ ബി ദ വാലൻസി ഓഫ് നൈട്രജൻ. അപ്പോൾ 4ൽ കൂടുതൽ വന്നാൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ഒക്ടേറ്റ്. 4ൽ താഴെ വന്നാൽ ദാറ്റ് വിൽ ബി ദ വാലൻസി. ഇതാണ് വാലൻസിയുടെ ഒരു ക്രൈറ്റീരിയ. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാലൻസി ഓഫ് നൈട്രജൻ ഇസ് 3 ബിക്കോസ് 3 more electrons are needed to complete its octet. 5 + 3 is 8. പക്ഷേ അത് 4ൽ കൂടുതൽ വരുന്ന കേസിൽ ഇനി നമുക്ക് ഓക്സൈഡ്സ്. അപ്പോൾ വാലൻസി ഓഫ് ഓക്സിജൻ ഇസ് 2 ബിക്കോസ് 6 electrons are seen in the outermost orbit of oxygen. 2 more electrons are needed to complete its octet. So the valency of oxygen is 2. അതുകൊണ്ട് വാലൻസി ഓഫ് ഓക്സിജൻ ഇസ് 2.
അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ബാലൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാം അറിഞ്ഞിരിക്കണം. എന്ത് ചെയ്യുക? ആരോട് പറയാൻ ഈ പരാതി? പൊട്ടാസ്യത്തിൻ്റെ ബാലൻസ് 1. എന്തുകൊണ്ട്? അറ്റോമിക് നമ്പർ ഓഫ് പൊട്ടാസ്യം ഇസ് 19, കോൺഫിഗറേഷൻ 2881, 1 ബാലൻസ്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ബാലൻസ് 1, ഓക്സിജൻ്റെ ബാലൻസ് 2. ഇൻ്റർചേഞ്ച് ചെയ്യണമല്ലോ. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഹൗ ക്യാൻ വി ഗെറ്റ് ദ ഫോർമുല ഓഫ് എ കെമിക്കൽ സബ്സ്റ്റൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ put the valence of at the bottom of this element and interchanging. Then we get the actual formula. K 1 2 അല്ലേ തിരിച്ചിടുമ്പോൾ 2O1. 1 വേണ്ടല്ലോ അന്ന് ഞാൻ പറഞ്ഞു വെടിയും വെച്ചിട്ട് ടോയും കൂടെ വേണ്ടെന്ന്. അതുകൊണ്ട് 1 മാച്ച് കളഞ്ഞു. ഫോർമുല ഓഫ് ദ ഓക്സൈഡ് ഓഫ് പൊട്ടാസ്യം ഈസ് K2O. കേട്ടുവോ? നിങ്ങൾ കേട്ടുവോ? അതല്ല, K2O ഫോർമുല. K2O പൊട്ടാസ്യം ഓക്സൈഡ്. ഓക്കെ, കേട്ടു. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോർമുല അവർ ചോദിക്കുകയാണ്. ഇതൊക്കെ എന്തോന്ന് ചോദ്യം? 5ാം ക്ലാസ്സിലെ ചോദ്യം. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടല്ലേ 5ാം ക്ലാസ്സിലെ ചോദ്യമായിരുന്നിട്ട് പറഞ്ഞുതരാം. കാർബൺ ബാലൻസ് അല്ല, ഔട്ടർ മോസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6 ആണ്. അറ്റോമിക് നമ്പർ 2 4. അതുകൊണ്ട് ബാലൻസ് 4. ഓക്സിജൻ 2, ഇൻ്റർചേഞ്ചിങ് 2 4, ക്യാൻസൽ ചെയ്യുമ്പോൾ 2, അങ്ങനെ CO2. ഓക്സൈഡ് ഓഫ് കാർബൺ ഇസ് CO2. അപ്പോൾ അവർ പൊട്ടാസ്യം K2O, C കാർബൺ ഡൈ ഓക്സൈഡ് CO2, അലുമിനിയം. വാട്ട് ഈസ് അറ്റോമിക് നമ്പർ ഓഫ് അലുമിനിയം? 13. ബാലൻസ് അല്ലേ, കോൺഫിഗറേഷൻ 283. സോ 4 താഴെയാണ്. ദ ബാലൻസ് ഓഫ് അലുമിനിയം ഇസ് 3. എഴുതുന്നു. ബാലൻസ് അലുമിനിയം 3, ഓക്സിജൻ 2, ഇൻ്റർചേഞ്ചിങ് Al2O3. ഫസ്റ്റ് ചാപ്റ്ററിൽ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചതാണ്. ദ ഓക്സൈഡ് ഓഫ് അലുമിനിയം ഇസ് Al2O3. അതുമായി അടുത്ത സിലിക്കൺ. ഒന്ന് റബ്ബ് ചെയ്തോട്ടെ, ഓടിക്കളയരുത്. ഇതാണ് അതായത് സിലിക്കൺ കാർബണിനെ പോലെ തന്നെ. സിലിക്കൺ അറ്റോമിക് നമ്പർ എത്ര? മറന്നുപോയി അല്ലേ? അയ്യോ, 14 284. ബാലൻസ് 4 സിലിക്കൺ Si4, ഓക്സിജൻ 2, ഇൻ്റർചേഞ്ചിങ് Si2O4, cancellation 2 SiO2. It is a formula, oxide of silicon SiO2. Ba barium. Valence 2, oxygen 2, same number ആണ്. ഇൻ്റർചേഞ്ച് ചെയ്താലെല്ലാം കണക്ക് തന്നെ. അപ്പോൾ ഫോർമുല ഓഫ് BaO, ബേരിയം ഓക്സൈഡ്. ഇതൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ ഇഷ്ടം പോലെ എഴുതി പഠിച്ചത്. ഇതാണ് ഓക്സൈഡ്സ് ആണ്. പ്രെഡിക്റ്റ് ദ ഫോർമുല ഓഫ് ദ ഓക്സൈഡ്സ് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ്: K2O, C CO2, Al Al2O3, SiO2, BaO. എല്ലാ ഓക്സൈഡ്സുമായി. ഓക്കെ, ഡൗട്ട് വല്ലതും ഉണ്ടോ? ഡൗട്ടുണ്ടോ? ഇല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതേ പേജ് നമ്പറിൽ 85 നിങ്ങളുടെ ടെക്സ്റ്റിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബിസൈഡ്സ് ഗാലിയം, വിച്ച് അതർ എലമെൻറ്റ്സ് ഹാവ് സിൻസ് ബീൻ ഡിസ്കവേർഡ് ദാറ്റ് were left by Mendeleev in his periodic table? ഗാലിയം അല്ലാതെ ഏതെങ്കിലും കോളങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ടോ? വേക്കൻ്റ് ആയിട്ടിട്ടുണ്ടോ? ഉണ്ട്. ഗാലിയം ആരാണ്? അലുമിനിയം. അന്ന് ഞാൻ പറഞ്ഞു ഇതെല്ലാം. അലുമിനിയത്തിന് പകരം ഒരു വേക്കൻറ്റ് സ്പേസ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിൽ അവിടെ ആ വേക്കൻറ്റ് സ്പേസ് ഗാലിയം എഴുതി. അങ്ങനത്തെ ഏതെങ്കിലും 2 എണ്ണം പറയാം. എനി 2 എന്ന് ബ്രാക്കറ്റ് ഉണ്ട്. ഏതെങ്കിലും 2 എണ്ണം ഒഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. ബോറോൺ, സ്കാൻഡിയം. വേക്കൻറ്റിൽ സ്കാൻഡിയം എഴുതി ചേർത്തു. സിലിക്കൺ, വേക്കൻറ്റിൽ ജെർമേനിയം എന്ന് എഴുതി ചേർത്തു. അപ്പോൾ നമ്മൾ 2 എലമെൻറ്റും കൂടെ ചേർത്തു. ഏത്? ബോറോൺ, സ്കാൻഡിയം. സിലിക്കൺ, ജെർമേനിയം. ആ 2 സ്പേസിൻ്റെ കാര്യമാണ് അവർ ചോദിച്ചത്. അതുമായി നെക്സ്റ്റ്. വാട്ട് വെർ ദ ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ മെൻഡലീഫ് ഇൻ ക്രിയേറ്റിംഗ് ഹിസ് പീരിയോഡിക് ടേബിൾ? 1000 പ്രാവശ്യം പറഞ്ഞു. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന്. മെൻഡലീഫ് അറേഞ്ച്ഡ് ദ എലമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസസ്. അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചു. ഫസ്റ്റിൽ മെൻഡലീഫ് പീരിയോഡ്സ് എന്നും ഗ്രൂപ്പ് എന്നും അറേഞ്ച് ചെയ്തിട്ട് ദ സിമിലർ എലമെൻറ്റ്സ് ആർ കമ്മിങ് ഓർ അറേഞ്ച്ഡ് ഇൻ സെയിം ഗ്രൂപ്പ് ബിക്കോസ്
the electrons in the outermost orbit of that element are equal. So first ആണെങ്കിൽ 1 ഇലക്ട്രോൺ, അതുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ്. 2 ഇലക്ട്രോൺ ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്. അങ്ങനെ അദ്ദേഹം ഈ ഗ്രൂപ്പ് ഒരേ സിമിലർ എലമെൻസിനെ ഗ്രൂപ്പിലായിട്ട് അറേഞ്ച് ചെയ്തു. പിന്നെന്താണ്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസസിനനുസരിച്ച് അദ്ദേഹം അറേഞ്ച് ചെയ്തു. അതാണ് വാട്ട് വർ ദ ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ മെൻഡലീഫ് ഇൻ ക്രിയേറ്റിംഗ് പീരിയോഡിക് ടേബിൾ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഡു വി തിങ്ക് ദ നോബിൾ ഗ്യാസസ് ആർ പ്ലേസ്ഡ് ഇൻ എ സെപ്പറേറ്റ് ഗ്രൂപ്പ്? നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, ഈ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് നോബിൾ ഗ്യാസസിനെ അറേഞ്ച് ചെയ്യാൻ കാര്യം എന്ത്? നോബിൾ ഗ്യാസസിനെല്ലാം ബാലൻസ് 0. അതുകൊണ്ട് ഇറ്റ് ഷോസ് ഇനേർട്ട്നെസ് വിത്ത് അതർ എലമെൻറ്റ്സ്. നോബിലിറ്റി, നോബിൾ ഗ്യാസസ്. These gases are seen rarely in atmosphere or rare gases. All elements are showing the zero valency or zero group elements. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലം വേണം. ആരുമായിട്ടും പ്രവർത്തിക്കാത്ത എലമെൻറ്റ്സ് ആണ്, അതുകൊണ്ടൊരു പ്രത്യേക സ്ഥലം. നോബിൾ എലമെൻറ്റ്സ് ആണ്, അതുകൊണ്ട് നോബിൾ ഗ്യാസസ് എന്നും പറഞ്ഞ് പ്രത്യേക സ്ഥലം. അത് മോഡേൺ പീരിയോഡിക് ടേബിൾ ആരെയും ഉപദ്രവിക്കാതെ ഒരു സെപ്പറേറ്റ് പ്ലേസ്, അങ്ങറ്റം 18th ഗ്രൂപ്പ് ഹാലജൻ കഴിഞ്ഞോടെ വേക്കൻ്റ്, ആരെയും ഉപദ്രവിച്ചില്ല. വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസസ് ദീസ് എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ്. എലമെൻറ്റ്സ് അറേഞ്ച് അറ്റ് ദ ലാസ്റ്റ് കോളം, 18th കോളം. അപ്പോൾ ഒറ്റ എലമെൻറ്റ്സിൽ അറേഞ്ച് ചെയ്ത പ്രത്യേക ഒരു കോളം മോഡേൺ പീരിയഡ് ടേബിൾ കണ്ടുപിടിച്ച് ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോ, അങ്ങനെ 18th ഗ്രൂപ്പ്. അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ 18th ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തു. ഇത് 0 വാലൻസി കാണിക്കുന്നു. ഇതാണ് നോബിൾ ഗ്യാസിന് സെപ്പറേറ്റ് പ്ലേസ് വേണമെന്നും അങ്ങനെ എഴുതാനും കാരണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടൈം തീർന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ അടുത്ത ബ്ലൂ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ. ഓക്കെ.